പാർലമെൻറ്റിൻ്റെ ജലശക്തി കമ്മിറ്റി, വാട്ടർ റിസോഴ്സിൻ്റെ പാർലമെൻറ്റ് കമ്മിറ്റി കേരളം സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ വിവിധ നമ്മുടെ വാട്ടർ റിസോഴ്സുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് അവർ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വരുന്ന നാളെ 29-ന് രാവിലെ 10 മണിക്ക് മുല്ലപ്പെരിയാർ വിഷയം പ്രത്യേകമായി ചർച്ച ചെയ്യുവാൻ പാർലമെൻറ്റ് കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി. സമീപസമയത്ത് കേരളത്തിൻ്റെ പ്രതിനിധിയെ ഒഴിവാക്കിയ സമയത്ത് നമ്മൾ ജലശക്തി മന്ത്രാലയത്തെയും കേന്ദ്ര ജലശക്തി മന്ത്രിയെയും അതുപോലെ കേന്ദ്ര ജലവിഭവ വകുപ്പിൻ്റെ സെക്രട്ടറിയെയും ഗവൺമെൻറ് സെക്രട്ടറിയെയും എല്ലാം കേന്ദ്രത്തിൽ നിന്നുണ്ടായ ഈ തെറ്റായ നിലപാട് സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരാ നിലപാട് തിരുത്തുകയും കേരളത്തിൻ്റെ പ്രതിയെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് നമ്മുടേതായ ഇഷ്യൂസ് പ്രത്യേകമായി ചർച്ച ചെയ്യാനുള്ള ഒരു തീരുമാനം കൂടെ പാർലമെൻറ്റ് കമ്മിറ്റി എടുത്തതായിട്ടാണ് മനസ്സിലാക്കുക. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും പ്രതിനിധികൾ പാർലമെൻറ്റ് കമ്മിറ്റിയുമായി നാളെ നടക്കുന്ന ചർച്ചയിൽ സംയുക്തമായി പങ്കെടുക്കണം എന്നാണ് പാർലമെൻറ്റ് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഗവൺമെൻറ് സെക്രട്ടറിക്കും ഗവൺമെൻറ്റിന് ഔദ്യോഗികമായി സംബന്ധിച്ച് അറിയിപ്പ് കിട്ടിയിരുന്നു. അത് പ്രകാരം നാളെ രാവിലെ 10 മണിക്ക് ഈ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ആ മീറ്റിങ്ങിനോട് പൂർണ്ണമായും കേരളം സഹകരിക്കും. നമ്മുടെ സ്പെഷ്യൽ സെക്രട്ടറി ശ്രീ സുഹാസ് അടക്കം IAS അടക്കമുള്ള ഗവൺമെൻറ്റിനെ പ്രതികരിച്ചുള്ള പ്രധാന ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ വിഷയങ്ങൾ പ്രത്യേകമായി അറ്റൻഡ് ചെയ്യുന്ന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചീഫ് എഞ്ചിനീയർമാരും ഇന്ന് തന്നെ അവരവിടെ സന്നിഹിതരാണ്. നാളെ രാവിലത്തെ യോഗത്തിൽ അവർ പങ്കെടുക്കുന്നതാണ്. കേരളത്തിൻ്റെ സ്റ്റാൻഡ് ഈ യോഗത്തിലും നമ്മൾ ആവർത്തിച്ച് ഉന്നയിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. മുല്ലപ്പെരിയാറിൽ ജനങ്ങളുടെ ആശങ്കയും കേരളത്തിൻ്റെ സുരക്ഷയും കണക്കിലെടുത്ത് പുതിയ ഡാം ഉണ്ടാവുക എന്ന ആവശ്യം തന്നെയാണ് കേരളം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം കേരളവും തമിഴ്നാടും തമ്മിൽ രമ്യമായി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്ന നിലപാടിലും നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കുവാനും കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാനുമുള്ള കേരളം സ്വീകരിച്ചു വരുന്ന നിലപാടാണ് ഇപ്പോൾ പുതിയ ഗവൺമെൻറ്റും തുടരുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മുടെ സ്റ്റാൻഡ് യോഗത്തിൽ വ്യക്തമാക്കും. തൃപ്തികരമായ ഒരു ചർച്ചയിലേക്ക് ആ കാര്യങ്ങൾ വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം കേരളത്തിൻ്റെ പ്രതിനിധിയെ പുതുതായി ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശം കേന്ദ്രത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഈ വരും ദിവസങ്ങളിൽ അക്കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ് ചർച്ച ചെയ്ത് കേരളത്തിൻ്റെ പ്രതിനിധി ആരാണ് എന്നുള്ളവരും കേന്ദ്രത്തെ അറിയിക്കുന്നതായിരിക്കും. എങ്കിലും പാർലമെൻറ്റ് കമ്മിറ്റി ഇത്തരം കേരളവും തമിഴ്നാടും തമ്മിൽ ഇപ്രകാരം ഒരു ചർച്ച നടത്താൻ മുന്നോട്ട് വന്നതിനെ നമ്മൾ കേരളം സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഒരു അഭിപ്രായ സമന്വയത്തിലൂടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് മുന്നോട്ട് ഒരു പൊതുധാരണ ഉണ്ടാക്കുന്നതിന് പാർലമെൻറ്റ് കമ്മിറ്റിയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉപകരിക്കും എന്ന ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. തമിഴ്നാട് അവരുടെ നയപ്രഖ്യാപനത്തിൽ പുതിയ ഡാം പറ്റില്ല എന്നുള്ള ഉറച്ച നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വരുന്നൊരു ഓപ്പണിംഗ് ആണിത്. അപ്പോൾ അവിടുത്തെ വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എത്ര കണ്ട് അവരെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കും, പ്രത്യേകിച്ചും പാർലമെൻറ്റ് കമ്മിറ്റിയും കൂടിയാണ്. അല്ല, പാർലമെൻറ്റ് കമ്മിറ്റി ഇക്കാര്യങ്ങളെല്ലാം സത്യസന്ധമായ നീതിപൂർവമായ ഒരു പരിശോധനയാണല്ലോ നടത്തുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ സ്റ്റാൻഡ് ശക്തമായി നമ്മൾ ഉന്നയിക്കുക, നമ്മുടെ ആവശ്യവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക, ഇതാണല്ലോ കേരളത്തിന് ചെയ്യാവുന്നത്. അത് നാളെ നടക്കട്ടെ. അതിനുശേഷം അവർ നാളത്തെ ചർച്ചകളുടെ വിളിച്ച് പാർലമെൻറ്റ് കമ്മിറ്റിയായിട്ടുള്ള ഒരു സെഷനാണ്. സുപ്രീം കോടതിയെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെതായ നിലപാടുകൾ നമുക്ക് എല്ലാവരെയും ബോധ്യപ്പെടുത്തുവാനും നമ്മുടെ ആവശ്യം നേടിയെടുക്കുവാനും അല്ലെങ്കിൽ നിറവേറ്റുവാനും വേണ്ടിയിട്ടുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമത്തിനായിരിക്കും പുതിയ സർക്കാർ നേതൃത്വം. ഈ എംപവേർഡ് കമ്മിറ്റിയുള്ള സമയത്ത് തമിഴ്നാട് ഇത്തരം പ്രവർത്തികളായിട്ട് അല്ലെങ്കിൽ അവരുടെ നയമായിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് എത്രയുണ്ട്? അല്ല, ഇപ്പം നമ്മൾ അതൊരു തർക്ക വിഷയമാക്കുന്നതിനോട് ഗവൺമെൻറ് യോജിക്കുന്നില്ല. കാരണം നമുക്ക് ഈ വിഷയങ്ങളെല്ലാം അഭിപ്രായ സമന്വയത്തിലൂടെ പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ചർച്ചകൾക്കുള്ള സാഹചര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ നാളെ രാവിലെ പാർലമെൻറ്റ് കമ്മിറ്റിയുടെ സിറ്റിംഗ് നടക്കാൻ പോകുന്ന സമയത്ത് അതിനോട് പോസിറ്റീവായി നമ്മൾ ഇപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ആ ചർച്ചകൾ നടക്കട്ടെ. അത് ഗുണകരമായ റിസൾട്ടിലേക്ക് ഭാവിയിൽ കൊണ്ടുവരുന്നതിന് കൂടി സഹായിക്കുന്ന ചർച്ചയായിരിക്കും പാർലമെൻറ്റ് കമ്മിറ്റി ഡിസ്കഷൻ എന്ന് പോലും നമ്മൾ കരുതുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ മുന്നോട്ട് ബാക്കി കാര്യങ്ങളായിരിക്കും. അല്ല, അവരങ്ങനെ അഗ്രസീവായ സ്റ്റാൻഡൊന്നും എടുത്തിട്ടില്ല. അവരുടെ നിലപാട് അവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൻ്റെ നിലപാട് നമ്മൾ ഉറച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നിലപാട് രണ്ട് കൂട്ടരുടെ നിലപാടുകൾക്കിടയിലാണല്ലോ കോംപ്രമൈസ്. അപ്പോൾ അതിന് സാധ്യതകൾ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് എന്തായാലും വരട്ടെ. ഇപ്പോൾ ഈ നിലപാട് നമ്മൾ പാർലമെൻറ്റ് കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അത് നമ്മുടെ കേരളത്തിലെ
പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ പങ്കെടുത്തുകൊണ്ട് അതിൻ്റേതായ ഗൗരവത്തോടെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതായിരിക്കും. താങ്ക് യു. ചെയർമാൻ അത് പാർട്ടി ചെയർമാൻ പി ജോസഫ് സാറിൻ്റെ ജന്മദിനാശംസയ്ക്കാണ് ഞങ്ങൾ പുറപ്പെടയിലെ വസതിയിൽ രാവിലെ മുതൽ പാർട്ടി ഭാരവാഹികൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നിരവധി നേതാക്കൾ ഇപ്പോഴും സാറിൻ്റെ ഭവനത്തിലുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടിക്ക് അഭിമാനം പകരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഇപ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിളക്കമാർന്ന വിജയമുണ്ടായി. 7 MLA മാർ പാർട്ടിക്ക് വിജയിച്ചു വരുന്ന സാഹചര്യം ലഭിക്കുകയുണ്ടായി. അതിന് ആത്മാർത്ഥമായി കാര്യക്ഷമതയുടെ നേതൃത്വം കൊടുത്തത് പാർട്ടി ചെയർമാനാണ്. പാർട്ടി ചെയർമാൻ പി ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് പാർട്ടിയെ വളർച്ചയിലേക്ക് നയിച്ച. ഇപ്പോൾ പാർട്ടിക്ക് 7 MLA മാർ, ഒരു MP മന്ത്രിസഭയിലേക്ക് വരാൻ കഴിയുന്ന സാഹചര്യം, അതുപോലെ തന്നെ പാർട്ടിക്ക് ഔദ്യോഗികമായി സ്റ്റേറ്റ് പാർട്ടി എന്ന നിലയിൽ ലഭിച്ച അംഗീകാരം, പാർട്ടിക്ക് ഓട്ടോറിക്ഷ ചിഹ്നം, ഇങ്ങനെ കേരള കോൺഗ്രസ് പാർട്ടിയെ ഏറ്റവും കരുത്തുറ്റ നിലയിൽ മുന്നോട്ട് നയിക്കുവാൻ പാർട്ടി ചെയർമാൻ ശ്രീ പി ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശ്രമങ്ങൾ വിജയകരമായി തീർന്നതാണ് അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയുക. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടി ചെയർമാൻ പി ജോസഫ് സാറിൻ്റെ ജന്മദിനാഘോഷം ഇപ്രാവശ്യം ഞങ്ങൾക്കുണ്ടായ ഉജ്ജ്വലമായ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് ഇരട്ടി മധുരമാണുള്ളത്. Happy birthday to you. Happy birthday.